Rapid Revision. പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫിസിക്സ്. ക്ലാസ് നയിക്കുന്നത് മുക്കുളം സെയിന്റ് ജോർജ് ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ ചാണ്ടി കെ ചാണ്ടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ചാണ്ടി കെ ചാണ്ടി, മുക്കുളം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ HST ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ്. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായിട്ട് റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി ഒരുക്കുന്ന ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ ഞാനും പങ്കുചേരുകയാണ്. പ്രിയമുള്ള കുട്ടികളെ, ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഫിസിക്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ പാഠഭാഗത്തെയും അടിസ്ഥാനമാക്കിയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ടിപ്സുകൾ നിങ്ങൾക്ക് മികച്ച മാർക്കുകൾ കരസ്ഥമാക്കുന്നതിന് സഹായകമാകുന്നതാണ്. Rapid Revision. പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ 10ാം ക്ലാസ് ഫിസിക്സ് പാഠപുസ്തകത്തിലെ 5ാമത്തെ അധ്യായമായ വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും അഥവാ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാന ആശയങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വൈദ്യുതി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് താപോർജ്ജമായി മാറുന്ന പ്രക്രിയയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്ന് വിളിക്കുന്നത്. ഈ പ്രഭാവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ വൈദ്യുത താപീയ ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു കണ്ടക്ടിംഗ് വയറിലൂടെ കറണ്ട് കടന്നു പോകാൻ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ചുറ്റും താപോർജ്ജം രൂപപ്പെടുന്നു. ഈ പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. താപന ഉപകരണങ്ങളിൽ, അതായത് ഹീറ്റിംഗ് ഡിവൈസുകളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ ഹീറ്റിംഗ് എലമെന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗത്തെയാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. പൊതുവായിട്ട് നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ് നിക്രോം. ഈ നിക്രോം ഒരു ലോഹസങ്കരമാണ് കേട്ടോ. ഈ ലോഹസങ്കരം ഉപയോഗിച്ചാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ നിക്രോമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നിക്രോം ഒരു ലോഹസങ്കരമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ നിക്രോമിന് വളരെ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഉയർന്ന ദ്രവണാങ്കം എന്നാണ് മലയാളത്തിൽ അതിനെ വിളിക്കുക, മെൽറ്റിംഗ് പോയിന്റിനെ. അപ്പോൾ ഉയർന്ന ദ്രവണാങ്കമുള്ള ഒരു വസ്തുവാണ് നിക്രോം. നിക്രോമിന് ഉയർന്ന ഓക്സീകരണ പ്രതിരോധം, അതായത് ഉയർന്ന താപനിലയിൽ ഓക്സിജൻ അല്ലെങ്കിൽ മറ്റ് ഓക്സീകാരികളുമായിട്ടുള്ള സമ്പർക്കം മൂലമുള്ള തുരുമ്പിനെ എതിർക്കാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് നമ്മൾ ഓക്സീകരണ പ്രതിരോധം എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, തുരുമ്പിനെ എതിർക്കാനുള്ള വസ്തുവിന്റെ കഴിവിനെയാണ് നമ്മൾ ഓക്സീകരണ പ്രതിരോധം എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ് ഈ നിക്രോം. ഈ ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഈ ദീർഘനേരം നമുക്ക് ഹീറ്റ് എനർജി തരാൻ കഴിവുണ്ട് ഈ നിക്രോമിന്. ഇതിന് ഉയർന്ന പ്രതിരോധകത, റെസിസ്റ്റിവിറ്റി ഒക്കെ വളരെ കൂടിയ ഒരു വസ്തുവാണ് നിക്രോം. ഇത്രയുമാണ് നിക്രോമിന്റെ സവിശേഷതകൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. എന്താണ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വൈദ്യുത പ്രതിരോധം എന്ന ചാലകങ്ങളുടെ സവിശേഷതയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് പദാർത്ഥത്തിന്റെ തനത് സ്വഭാവങ്ങളിൽ ഒന്നായ റെസിസ്റ്റിവിറ്റി. ഇത് ഓരോ പദാർത്ഥങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പം വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണ് ചാലകതയെങ്കിൽ ഇതിന്റെ ക്രമം അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി കൂടുതലുള്ള ഒരു വസ്തുവിന് റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള വസ്തുവിന് കണ്ടക്ടിവിറ്റി വളരെ, അല്ലെങ്കിൽ ചാലകത വളരെ കുറവായിരിക്കും. ഒരു കറണ്ട് വഹിക്കുന്ന ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ ബാധിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഒരു കറണ്ട് പോകുന്ന ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ ബാധിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? കറണ്ട്, പ്രതിരോധം, സമയം. ഈ 3 ക്വാണ്ടിറ്റികളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ജൂൾസ് നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത്. ജൂൾസ് നിയമം എന്താണ്? പലപ്പോഴും കുട്ടികൾ പരീക്ഷയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജൂൾസ് നിയമം ചോദിച്ചാൽ H=I²RT എന്ന ഇക്വേഷൻ എഴുതി വെക്കും. ജൂൾസ് നിയമം നിങ്ങളത് വിശദീകരിക്കണം. ജൂൾസ് നിയമത്തിന്റെ സമവാക്യം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ H=I²RT എന്ന് എഴുതാം. ജൂൾസ് നിയമം ചോദിച്ചാൽ അത് എഴുതുക തന്നെ വേണം. എന്നൊന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. ഒരു വൈദ്യുത പ്രവാഹമുള്ള അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടിങ് വയറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിന്റെ അളവ്, താപത്തിന്റെ അളവ്, ആ ചാലകത്തിലൂടെ ഉള്ള കറണ്ടിന്റെ വർഗം, അതായത് കറണ്ടിന്റെ സ്ക്വയർ എന്നും ചാലകത്തിന്റെ പ്രതിരോധം, ഈ കണ്ടക്ടിങ് വയേഴ്സിന്റെ റെസിസ്റ്റൻസിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും അനുപാതത്തിലായിരിക്കും. അതായത് ഈ ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന കറണ്ടിന്റെ സ്ക്വയറിനും ആ ചാലകത്തിന്റെ റെസിസ്റ്റൻസിനും ആ ചാലകത്തിലൂടെ കറണ്ട് ഒഴുകാനെടുത്ത സമയത്തിനും അനുപാതത്തിലായിരിക്കും, പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും. ഇതിന്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. H=I²RT. മറ്റൊരു പോയിന്റ് ആണ് വൈദ്യുത പവർ. ഒരു വൈദ്യുത ഉപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഒരു വൈദ്യുത ഉപകരണം ചെയ്യുന്ന പണി
പണി എന്നത് വൈദ്യുതോർജ്ജത്തെ മറ്റൊരു ഊർജ്ജ രൂപത്തിലേക്കാക്കി മാറ്റുക എന്നതാണ്. നിങ്ങൾക്കറിയാം വാട്ട് അവർ മീറ്റർ എന്നാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കൺസ്യൂം ചെയ്യുന്ന വൈദ്യുത ഊർജ്ജത്തിന്റെ അളവ് നമ്മുടെ ഗൃഹവൈദ്യുത സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വാട്ട് അവർ മീറ്റർ മൂലം നേരിട്ട് അളക്കാൻ കഴിയും. അപ്പൊ ഇതില് വൈദ്യുതോർജ്ജം കിലോ വാട്ട് അവർ യൂണിറ്റുകളിൽ അളക്കുന്നു. ഇതിനെയാണ് നമ്മൾ വൈദ്യുതോർജ്ജത്തിന്റെ വാണിജ്യ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. മറക്കരുത് കേട്ടോ, കിലോ വാട്ട് അവർ യൂണിറ്റുകളിൽ അളക്കുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം കിലോ വാട്ട് അവർ യൂണിറ്റിലാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതോർജ്ജത്തിന്റെ വാണിജ്യ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. 1000 കിലോ വാട്ട് അഥവാ 1 കിലോ വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂറിൽ ഉപഭോഗിക്കുന്ന ഊർജ്ജമാണ് 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തിന്റെ ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീടുകളിലൊക്കെ വൈദ്യുത ഉപഭോഗം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ആലോചിച്ച് നോക്കൂ. ഊർജ്ജ കാര്യക്ഷമതയുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗത്തിന് ശേഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വിച്ചുകളൊക്കെ ഓഫാക്കി വെക്കുക. LED ട്യൂബുകളും ബൾബുകളും ഒക്കെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. മുറിയുടെ വലിപ്പം അനുസരിച്ച് ഫാനിന്റെ വലിപ്പം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ BLDC ഫാനുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. BLDC എന്ന് പറയുന്നത് ബ്രഷ് ലെസ് ഡയറക്റ്റ് കറണ്ട് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഊർജ്ജ സംരക്ഷണം നടത്താനായിട്ട് സാധിക്കും. ഊർജ്ജ പ്രതിസന്ധി എന്താണ്? ഊർജ്ജത്തിനുള്ള ആവശ്യകത വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഊർജ്ജ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. എനർജി ക്രൈസിസ് എന്ന് തന്നെ വിളിക്കും. നമ്മുടെ കേരളത്തിൽ സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അവിടെ പൂർണ്ണമായിട്ടും അത് പ്രവർത്തിക്കുന്നത്, ആ വിമാനത്താവളം പ്രവർത്തിക്കുന്നത് സൗരോർജ്ജത്തിലാണ്. അങ്ങനെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത്, സിയാൽ. സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഗുണം പട്ടികപ്പെടുത്താനായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? നിങ്ങൾക്കറിയാം, സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പരിസ്ഥിതി മലിനീകരണം ഇതുമൂലം കുറയ്ക്കാനായിട്ട് കഴിയും. പിന്നെ ഉപഭോഗ സ്ഥലത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ട്രാൻസ്മിഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ് നഷ്ടങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കാർബൺ പാദമുദ്ര. ഇപ്പം ഒരു വ്യക്തി, കുടുംബം, സ്ഥാപനം അല്ലെങ്കിൽ ചടങ്ങ്, സേവനം, ഉൽപ്പന്നം മുതലായവയാൽ നേരിട്ടും അല്ലാതെയൊക്കെ ഹരിതഗ്രഹവാതകങ്ങൾ എമിഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, ഇതിന്റെ അളവിനെ തത്തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിട്ട് പരിവർത്തനം ചെയ്ത് സൂചിപ്പിക്കുന്നതിനെയാണ് കാർബൺ പാദമുദ്ര എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, നമ്മൾ പല കാര്യങ്ങളിലും, ഉൽപ്പന്നങ്ങളിലും, നമ്മുടെ സേവനങ്ങളിലും, കുടുംബങ്ങളിലും ഒക്കെ നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറന്തള്ളുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ അളവിനെ തത്തുല്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിട്ട് പരിവർത്തനം ചെയ്ത് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കാർബൺ പാദമുദ്ര, കാർബൺ ഫുട് പ്രിന്റ് എന്നൊക്കെ എന്ന് വിളിക്കുന്നത്. ഈ കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഗാർഹികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക, ഭക്ഷ്യം പാഴാക്കുന്നത് ഒഴിവാക്കുക, നമ്മൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഒക്കെ ഉപയോഗിക്കുക, പിന്നെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് മാലിന്യം കുറയ്ക്കുക. പിന്നെ ഒരു ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ആളുകൾക്കൊരു അവബോധം കിട്ടും. ഊർജ്ജം വിനിയോഗിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിൽ ഊർജ്ജം ലാഭിക്കുന്ന രീതിയിൽ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, ഊർജ്ജം വിനിയോഗിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ ഊർജ്ജം ലാഭിക്കുന്ന രീതിയിൽ ചെയ്യുക. കാരണം ഊർജ്ജം വിലപ്പെട്ടതാണ്, അത് പാഴാക്കരുത്. ഇതോടുകൂടി ഈ 5ാം പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ 5ാം പാഠവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മീഥേൻ ഒരു ഹരിതഗ്രഹവാതകമാണ്. ഹരിതഗ്രഹവാതകത്തിന് മറ്റൊരു ഉദാഹരണം എഴുതുക. ഇവ ആഗോള താപനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും കൂടി എഴുതണം. മീഥേൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇത് കൂടാതെ തന്നെയാണ് മറ്റൊരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയുടെ വർധനവ് ആഗോള താപനം, അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു. അതിന്റെ ഫലമായിട്ട് കാലാവസ്ഥയിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ മീഥേൻ പഠിച്ചു വെക്കുക. മീഥേൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇതുമൂലം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായിട്ട് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു. മറ്റൊരു ചോദ്യം നോക്കാവേ. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപനോപകരണങ്ങൾ. അപ്പോൾ ഈ താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹീറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ ഭാഗത്തൊരു ഹീറ്റിംഗ് എലമെന്റ് വേണം, അല്ലേ? അതാണ് അതിന്റെ ഉത്തരം. ഹീറ്റിംഗ് എലമെന്റ് ആണ് അതിന്റെ ഉത്തരം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? നിക്രോം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിക്രോം എന്ന് പറയുന്ന ഒരു ലോഹസങ്കരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ലോഹസങ്കരത്തിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഇത് താപനോപകരണത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളൊരു ചോദ്യം. ഇതിന്റെ ഉത്തരം എന്താണ്? ചെറിയ നീളമുള്ള നിക്രോമിന് പോലും ആവശ്യമായ പ്രതിരോധം ലഭ്യമാക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. Rapid revision. 10ാം ക്ലാസ് ഫിസിക്സ് പാഠപുസ്തകത്തിലെ 6ാമത്തെ അധ്യായമായ വൈദ്യുതകാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്.
ഇത് ഏറ്റവും ആദ്യത്തെ ഒരു ആശയമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഒരു ചാലകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാന്തിക ഫ്ലക്സിന് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടിങ് വയറിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നത്. ഓക്കെ അല്ലേ? ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും തരത്തിലൊരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വയറിൽ, ആ ഒരു കണ്ടക്ടിങ് വയറിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടും. ഈ ഒരു പ്രതിഭാസമാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പം വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ ഫലമായിട്ട്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ, EMFന്റെ. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഒരു പ്രേരിത EMF അഥവാ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അതുമൂലം ഉണ്ടാകുന്ന വൈദ്യുതിയെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ആശയമല്ല, ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാലകവും കാന്തിക മണ്ഡലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണത്തിലൂടെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് മൈക്കിൾ ഫാരഡെ. അപ്പോൾ ഈ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫലമായിട്ട് ആ ചാലകത്തിൽ ഉണ്ടാകുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMF കൂട്ടാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും ചെയ്യുക. യൂണിറ്റ് നീളത്തിലുള്ള ചാലക ചുറ്റുകളുടെ എണ്ണം നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഇതിൻ്റെ അവിടെ ഉണ്ടാകുന്ന കറണ്ടും EMF കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്, ഏത് മാഗ്നറ്റ് ആണോ അതിൻ്റെ കാന്തിക ശക്തി, മാഗ്നറ്റിക് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ EMF കിട്ടും. ഈ മാഗ്നറ്റിനെ അല്ലെങ്കിൽ ആർമേച്ചറിനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ EMF ലഭിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് AC ആൻഡ് DC കറണ്ട്. എന്താണ് AC കറണ്ട്? ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായിട്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട്. ഇനി ക്രമമായ ഇടവേളകളിൽ ദിശ മാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള വൈദ്യുതിയെ വിളിക്കുന്ന പേരാണെന്ത്? DC കറണ്ട് അഥവാ ഡയറക്റ്റ് കറണ്ട്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് നമ്മൾ ഒരു സൈനസോയിഡൽ വേവ് പോലെ ആയിരിക്കും. അതിനൊരു പോസിറ്റീവ് ഭാഗം ഉണ്ടാവും, നെഗറ്റീവ് ഭാഗം ഉണ്ടാവും, പോസിറ്റീവ് ഭാഗം ഉണ്ടാവും, നെഗറ്റീവ് ഭാഗം ഉണ്ടാവും. പക്ഷേ DC-ക്ക് ആണെങ്കിൽ ഉള്ളി പോസിറ്റീവ് സൈഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ DC-യിൽ പ്രവർത്തിക്കുന്നവയുണ്ടാവും, AC-യിൽ പ്രവർത്തിക്കുന്നവയൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇതൊക്കെ DC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടർ, ഡ്രോൺ, FM റേഡിയോ, ഇതൊക്കെ DC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അങ്ങനെ നിങ്ങൾക്കൊന്ന് പറയാമോ? മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ, AC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരിക്കും? മിക്സി, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ്, റെഫ്രിജറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതൊക്കെ AC-യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് AC ആൻഡ് DC ജനറേറ്റർ. ഇതിന്റെ വർക്കിംഗ് ഒന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, എങ്കിലും ഇതിന്റെ മെയിൻ പാർട്സുകളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ ജനറേറ്റേഴ്സ് ആ പേരിൽ തന്നെ ഉണ്ട്, ജനറേറ്റ് ചെയ്യുക. എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരത്തിൽ AC ജനറേറ്റേഴ്സ് ഉണ്ട്, AC ആൻഡ് DC ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണ തത്വം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്താണ് AC ആൻഡ് DC ജനറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണ്? എന്ത് ഊർജ്ജ മാറ്റമാണ്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പം വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെ നമ്മൾ ജനറേറ്റർ എന്ന് വിളിക്കുന്നു. ജനറേറ്റർ രണ്ട് രീതിയിലുണ്ട്, AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ. അപ്പോൾ ഒരു കവചിത കമ്പിച്ചുരുളിനകത്തേക്ക് കാന്തത്തെ ചലിപ്പിക്കുമ്പോഴും കാന്തത്തിനടുത്തേക്ക് നമ്മൾ ഈ കവചിത കമ്പിച്ചുരുളുകൾ കൊണ്ടുവരുമ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടുത്തെ യാന്ത്രികോർജ്ജം. ഈ യാന്ത്രികോർജ്ജമാണ് എന്തായിട്ട് മാറുന്നത്? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നതും അഥവാ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറുന്നത്. നിങ്ങൾ അടുത്തതായി പഠിച്ചിരിക്കേണ്ടത് ഈ AC ആൻഡ് DC ജനറേറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഏകദേശമൊക്കെ ഇതിലെ ഭാഗങ്ങൾ സെയിം ആയിരിക്കും, ഒരു വ്യത്യാസമേ അതിൽ ഉള്ളൂ. അത് ഞാൻ എന്താണെന്ന് പറയാം. ഈ AC ജനറേറ്ററിലെയും DC ജനറേറ്ററിലെയും ഭാഗങ്ങൾ ഞാനൊന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഫീൽഡ് കാന്തം, ആർമേച്ചർ, ബ്രഷസ്, ഇത് മൂന്നും രണ്ടിലും കോമൺ ആയിരിക്കും. ആകെ വ്യത്യാസമുള്ളത് റിങ്ങുകളിലാണ്. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ് ആണ്, DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ് ആണ്. ഇതും കുട്ടികൾക്ക് പരീക്ഷയിൽ ആകെ തിരിഞ്ഞു പോകുന്നൊരു കേസാണ്. AC ജനറേറ്ററിൽ ഏത് റിങ്ങാണ് വരുന്നത്, DC-യിൽ ഏതാണ് വരുന്നത്? അപ്പോൾ ഞാനൊരു സിമ്പിൾ ടിപ്പ് നിങ്ങളോട് പറഞ്ഞു തരാം. AC സ്ലിപ്പ് റിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ അച്ചാമ്മ ചേച്ചി ഓർക്കുക. അച്ചാമ്മ ചേച്ചിമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും പറയുന്നതല്ല കേട്ടോ. അച്ചാമ്മ ചേച്ചി സ്ലിപ്പായി എന്ന് വിചാരിക്കുക. അതിന് കാരണമുണ്ട്. അച്ചാമ്മ ചേച്ചി പുതുതായിട്ട് 2 സ്വർണ്ണവള മേടിച്ചു അല്ലേ? റിംഗ് ഷേപ്പിലാണല്ലോ വളകൾ. അപ്പം ആ വള ഇട്ടതുകൊണ്ട് അച്ചാമ്മ ചേച്ചി ഇങ്ങനെ വളരെ, ഞാൻ 2 വള മേടിച്ചെന്ന രീതിയിൽ ഇങ്ങനെ നടന്നു പോകണം. അച്ചാമ്മ ചേച്ചിമാർ, ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ, അച്ചാമ്മ ചേച്ചിമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. ഞാനൊരു ഉദാഹരണം കുട്ടികൾക്ക് വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചാമ്മ ചേച്ചി എന്ത് ചെയ്തു? സ്ലിപ്പായി. അച്ചാമ്മ ചേച്ചി 2 റിംഗ് ഷേപ്ഡ് ആയിട്ടുള്ള 2 ബാംഗിൾസ്, വളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ മനസ്സിലായല്ലോ. ഇത് മാത്രം ഓർത്താൽ നിങ്ങൾക്ക് DC-യുടെ
സ്പ്ലിറ്റ് റിംഗ് ആണെന്നുള്ളത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു DC ജനറേറ്ററിന്റെ ആർമേച്ചർ നമ്മൾ നിശ്ചലമാക്കി അവിടെ ഉപയോഗിക്കുന്ന ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സർക്യൂട്ടിൽ നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമായിരിക്കും? എന്തുകൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരു DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കിയിട്ട് നമ്മൾ ആ ഫീൽഡ് കാന്തം നമ്മൾ കറക്കാൻ വിചാരിക്കുക. ഈ ഒരു ഫീൽഡ് കാന്തത്തിന് ഇടയ്ക്കായിരിക്കുമല്ലോ നമ്മൾ ഈ ആർമേച്ചർ വെക്കുക. അപ്പോൾ നമ്മൾ ആർമേച്ചർ കറക്കുന്നതിന് പകരം ഫീൽഡ് കാന്തം കറക്കിയെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ലഭിക്കുന്ന കറണ്ട്, ഇലക്ട്രിസിറ്റി ഏത് തരമായിരിക്കും? ഉത്തരം, DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കിയിട്ട് ഫീൽഡ് കാന്തം നമ്മൾ കറക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്നത് AC തന്നെയായിരിക്കും. സ്പ്ലിറ്റ് റിങ്ങുകളുടെ സ്ഥാനം പരസ്പരം മാറാത്തതിനാൽ ഓരോ ഹാഫ് റവല്യൂഷനിലും ആർമേച്ചറിൽ വൈദ്യുതിയുടെ ദിശ വിപരീതമായിരിക്കുമ്പോൾ ഈ വൈദ്യുതിയുടെ ദിശ വീണ്ടും വിപരീതമാകുന്നില്ല. ആർമേച്ചറിൽ വൈദ്യുതിയുടെ ദിശ വിപരീതമായെങ്കിലും വൈദ്യുതിയുടെ ദിശ വീണ്ടും വിപരീതമാകുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു AC തന്നെ കിട്ടൂ എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്ത് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ ഏറിയ പങ്ക് ഉൽപ്പാദിപ്പിക്കുന്നത് പവർ സ്റ്റേഷനുകളാണ്. ഈ പവർ സ്റ്റേഷൻസ് പലതരത്തിലുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിലെത്തുന്ന വൈദ്യുതി നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂലമറ്റം പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ആകാം ഒരുപക്ഷെങ്കിൽ. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 3 തരത്തിലുള്ള പവർ സ്റ്റേഷൻസ് ആണ്. തെർമൽ പവർ സ്റ്റേഷൻസ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. നമുക്ക് ആദ്യമേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ തുടങ്ങാം. ഈ മൂലമറ്റവും പള്ളിവാസലും ഉത്തരാഖണ്ഡിലെ തെഹരി അണക്കെട്ടും ഇവിടെ അതൊക്കെ ഓരോ പവർ സ്റ്റേഷൻസ് ആണ്. ഇവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഇതെല്ലാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ്. അപ്പം എങ്ങനെയാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? വളരെ ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം, അതായത് ഡാം, പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ സഹായത്തോടെ അതിലൂടെ ജലം താഴേട്ടൊഴുകി അതിന്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷൻസ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അപ്പോൾ ഇതിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ആ എനർജിയാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വാട്ടറിനെ കിട്ടി അത് ടർബൈനെ കറക്കി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. അതാണ് നമ്മൾ ഈ പവർ സ്റ്റേഷൻസിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. നമുക്കറിയാം ഈ കൂടംകുളം, കൽപ്പാക്കം, തമിഴ്നാട്ടിലുള്ള 2 സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആണവ വൈദ്യുത നിലയങ്ങളുണ്ട്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലത്തെ നീരാവിയാക്കി അതിന്റെ ശക്തി കൊണ്ട് ടർബൈൻ കറക്കിയിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷൻസ് ആണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ന്യൂക്ലിയർ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി അവസാനമായിട്ടുള്ളത് ഈ തമിഴ്നാട്ടിലെ മേട്ടൂര്, കേരളത്തിലെ ബ്രഹ്മപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പവർ സ്റ്റേഷൻസ് ആണ് തെർമൽ പവർ സ്റ്റേഷൻസ്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ നിങ്ങളോട് ചെറുപടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻസിൽ CNG അല്ലെങ്കിൽ കൽക്കരിയൊക്കെ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് അങ്ങനെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള വൈദ്യുതിയുടെ ഏകദേശം 75% തെർമൽ പവർ ആണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റുകളിൽ തെർമൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ പാഠഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ട്രാൻസ്ഫോമേഴ്സ്. ട്രാൻസ്ഫോമേഴ്സിന്റെ തരമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തത്വം എന്താണ്, ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രവർത്തന തത്വം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്താണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ? നിങ്ങൾ 2 കോയിൽസ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടില്ല, 2 സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമീപ സ്ഥലങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 കോയിൽസിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിൽ നമ്മൾ ദിശയിലോ ഒക്കെ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ എന്തുണ്ടാവുന്നു? ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പി ചുരുളിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയണ്ടേ? ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണില്ലായിരിക്കും. ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയാം. അപ്പോൾ സമീപ സ്ഥലത്തായിട്ട് അടുത്തടുത്ത 2 കമ്പി ചുരുളുകൾ, അതായത് കോയിൽസ് ഇരിക്കുന്നു. അപ്പോൾ ഒന്നിലൂടെ നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റിയിലോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷനിലോ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തായിരിക്കുമല്ലോ മറ്റൊരു കണ്ടക്ടർ ഇരിക്കുന്നത്. അതിലെന്തുണ്ടാവും? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഈ ഒരു ഫിനോമിനയെ വിളിക്കുന്ന പേരാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 2 കമ്പി ചുരുളുകൾക്ക്, 2 കോയിൽസിന് നമ്മൾ സെപ്പറേറ്റ് പേരുണ്ട്. പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽസ്. പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമേഴ്സ്, അതിന്റെ തരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ട്രാൻസ്ഫോമേഴ്സ് പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സും. ഞാൻ ഇതിന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. ഇനി പ്രൈമറിയിൽ വണ്ണം കൂടിയ
കമ്പികളായിരിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറി കോയിലിൽ പ്രേരിതമാവുന്ന EMF പ്രൈമറി കോയിലിൽ നൽകുന്നതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് സെക്കൻഡറി കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ കുറവായിരിക്കും. നിങ്ങൾ വളരെ സമാധാനമായിട്ട് പുസ്തകം എടുത്ത് ഒന്നും കൂടി ഈ ഭാഗം നോക്കണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകതകൾ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടുത്ത് എഴുതാൻ പറ്റും. എന്തായാലും ഞാനൊന്ന് പറയാം നിങ്ങളോട്. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. പ്രൈമറിയിൽ വണ്ണം കുറഞ്ഞ കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡറി കോയിലിൽ പ്രേരിതമാകുന്ന EMF പ്രൈമറിയിൽ നൽകുന്നതിനേക്കാൾ കുറവായിരിക്കും. ഇനി സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാൾ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലേ, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, എന്താണ് വോൾട്ടേജിനെ അപ്പ് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജിനെ ഡൗൺ ചെയ്യിക്കുന്നു. ഇതാണ് ഇവയുടെ മെയിൻ ആയിട്ടുള്ള ധർമ്മം. ഈ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് കൺസെപ്ച്വൽ ചോദ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങളുണ്ടാവും. അപ്പം പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ട്രാൻസ്ഫോമർ റേഷ്യോയെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമർ റേഷ്യോ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഇതാണ് NS/NP = VS/VP = IP/IS. അപ്പം ഞാൻ പല പുസ്തകങ്ങളിലൊക്കെ പലതായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഈ 3 ഇക്വേഷൻസിനെയും ഞാൻ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. NS/NP = VS/VP = IP/IS. ഇവിടെ NS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. NP എന്ന് പറയുന്നത് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. VS എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. VP പ്രൈമറി വോൾട്ടേജ് ആണ്. IS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ കറണ്ട് ആണ്. IP എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ട് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് പ്രോബ്ലത്തിലാണ് അടിതെറ്റി പോകുന്നത്. ഫിസിക്സിൽ അവരുടെ A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു മേഖല പ്രോബ്ലം വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക. ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ചോദ്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ ചെയ്യുക. നമ്മൾ ഒരു പോയിന്റും കൂടെ മനസ്സിൽ വെക്കുക. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നു എന്നുള്ളൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം പഠിക്കുമ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനെ അപേക്ഷിച്ച് കൂടുതലും കറണ്ട് കുറവായിരിക്കും. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയിലേതിനേക്കാൾ കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് പവർ പ്രേഷണവും വിതരണവും. നിങ്ങൾക്കറിയാം, ഇടുക്കി ഡാമിൽ നിന്നും പെൻസ്റ്റോക്ക് വഴി വരുന്ന ജലം ഒരു പവർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെയുള്ള ജനറേറ്റർ അല്ലെങ്കിൽ ടർബൈൻ കറക്കി ആ ടർബൈൻ കറങ്ങുന്നത് മൂലം നമുക്ക് വൈദ്യുതി ലഭിക്കുന്നു. ആ ഒരു കറണ്ടിന് അല്ലെങ്കിൽ ആ ഒരു വൈദ്യുതിക്ക് ഒരു പ്രത്യേക വോൾട്ടേജ് ഉണ്ടാവും. അത് ഏകദേശം 11 kV ആയിരിക്കും. ആ 11 kV വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് 220 വോൾട്ടിലേക്ക് അപ്പ് സ്കെയിൽ അപ്പ് ചെയ്യും. ഇത് ട്രാൻസ്മിഷൻ ലൈൻസ് വഴി നമ്മൾ ഒരു സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിൽ എത്തിക്കും. ഈ സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഈ 220 kV 110 kV കൺവേർട്ട് ചെയ്യും. സോ 220 kV 110 kV ആക്കിയിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഇത് 110 kV ട്രാൻസ്മിഷൻ ലൈൻസ് വഴി സെക്കൻഡറി സബ്സ്റ്റേഷനിലെത്തി അതിനെ വീണ്ടും 11 kV ആക്കും. ഈ 11 kV വീണ്ടും ട്രാൻസ്മിഷൻ ലൈൻസ് വഴി വിതരണ ട്രാൻസ്ഫോമറിൽ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെത്തി എത്ര വോൾട്ടാക്കി മാറ്റുമെന്ന് അറിയാവോ? 230 വോൾട്ടായി മാറും. ഇതാണ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? അപ്പോൾ ഉത്തരം എന്താണ്? 11 kV ആണ്. ഏത് തരം ട്രാൻസ്ഫോമറാണ് നമ്മൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പവർ സ്റ്റേഷനിൽ 11 kV ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടെ എത്ര വോൾട്ടേജിലേക്കാണ് ഉയർത്തുന്നത്? 220 kV 220 kV അതിനെ റൈസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട്. തുടർന്ന് നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ വഴി വൈദ്യുതി എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? സബ്സ്റ്റേഷൻ ഉണ്ട് അല്ലേ? ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റും. എവിടെയൊക്കെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത്? സബ്സ്റ്റേഷൻ ഉണ്ട്, സെക്കൻഡറി സബ്സ്റ്റേഷൻ ഉണ്ട്, വിതരണ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഏറ്റവും ബാക്കിയുള്ള 3 സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഗൃഹവൈദ്യുതീകരണം അഥവാ ഹൗസ് ഹോൾഡ് വയറിംഗ് ആണ്. ഇത് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബൾബുകൾ, 2-3 ബൾബുകൾ, പിന്നുകൾ, MCB, ELCB, ഫ്യൂസ്, ഇങ്ങനെയുള്ള കുറേ ടേംസ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സർക്യൂട്ട് വരയ്ക്കാനൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളത് നോർമലി നിങ്ങളുടെ ചുറ്റുമൊക്കെ ഉള്ള സർക്യൂട്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. പുസ്തകത്തിൽ തന്നെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. എന്തായാലും ശരി, ഈ ഗൃഹവൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന വൈദ്യുതി നേരിട്ട്
നമ്മൾ എടുക്കുകയല്ല ചെയ്യുന്നത്. അത് ആദ്യമേ ഒരു വാട്ട് അവർ മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യമേ നമ്മൾ വീട്ടിലെ സർക്യൂട്ട് ബ്രാഞ്ച് സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമേ വൈദ്യുതി വരുന്നത് ഒരു വാട്ട് അവർ മീറ്ററിലേക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിൻ്റെ തുടക്കത്തിലുള്ളതാണ് ഈ വാട്ട് അവർ മീറ്റർ. ആ വാട്ട് അവർ മീറ്ററിലേക്ക് എത്ര വയറുകളാണ് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് അറിയാവോ? 2 വയറുകളാണ്, ഫേസും ന്യൂട്രലുമാണ് എത്തിച്ചേരുന്നത്. ഈ വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ്? മെയിൻ ഫ്യൂസ് ആണ് അല്ലേ? വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് മെയിൻ ഫ്യൂസ്. ഇത് ഏത് രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? അത് സീരീസ് ആയിട്ടാണ്, അതായത് ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേട്ടോ, ഒരു പോയിന്റ് മിസ്സാകാൻ പാടില്ല. ശ്രേണി രീതിയിലാണ് നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ സ്വിച്ചിന്റെ സ്ഥാനം എവിടെയായിരിക്കും? മെയിൻ സ്വിച്ചിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മെയിൻ ഫ്യൂസിനും ELCBക്കും ഇടയിൽ, അല്ലെങ്കിൽ മെയിൻ ഫ്യൂസിന് ശേഷമോ അല്ലെങ്കിൽ ELCBക്ക് മുമ്പോ ആണ്. ELCB എന്താണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന പോയിന്റുകൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മളതിന് നമ്മുടെ ഗാർഹിക വൈദ്യുത വിതരണത്തിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ, സുരക്ഷാ ഫ്യൂസ് ഉണ്ട്, ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുണ്ട്, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യാറുണ്ട്, 3-പിൻ പ്ലഗ് ഉണ്ട്, എർത്തിങ് എന്നിവയാണ് നമ്മൾ ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സുരക്ഷാ മാർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് പറയാം, മനസ്സിലാക്കാം. നോക്കൂ, സുരക്ഷാ ഫ്യൂസ് എന്താണ്? ഈ സുരക്ഷാ ഫ്യൂസ് മുൻ വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ സുരക്ഷാ ഫ്യൂസ് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും അല്ലെങ്കിൽ മിന്നൽ തുടങ്ങിയവ മൂലം ഒരു സർക്യൂട്ടിലൂടെ വളരെ എക്സസീവായിട്ട് കറണ്ട് ഫ്ലോ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ഈ ജീവജാലങ്ങളെയും ഉപകരണങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസ് അടിസ്ഥാനമായിട്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം എന്താണ്? വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഇപ്പോൾ സാധാരണയായിട്ട് ലോഹസങ്കരങ്ങളായിട്ടുള്ള ടിന്നും ലഡും ഒക്കെ ചേർത്ത്, ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ തെറ്റുണ്ട്, സാധാരണയായിട്ട് ലോഹസങ്കരങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ലോഹസങ്കരങ്ങൾ എന്ന് പറയുമ്പോൾ ലോഹങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടിന്നും ലഡുമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പം ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമുള്ള വസ്തുക്കളാണ്. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നും ലഡും ചേർത്ത് ഉള്ള ലോഹസങ്കരമാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പൊതുവെ എന്താണ്? വളരെ ദ്രവണാങ്കം, അതായത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഇനി ഓരോ സർക്യൂട്ടിലും അതിലൂടെ പ്രവഹിക്കേണ്ട കറണ്ടിന്റെ അനുസൃതമായിട്ടുള്ള ഫ്യൂസ് വയർ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഈ ഫ്യൂസ് വയർ ഒക്കെ വളരെ നമ്മുടെ മുടിയുടെ അത്രയും കട്ടിയുള്ള ഫ്യൂസ് വയറുകളുണ്ട്. അപ്പം നമ്മൾ വളരെ കട്ടി കൂടിയ ഫ്യൂസർ ഉപയോഗിച്ചാൽ അത് മെൽറ്റായി പോകാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഇനി മറ്റ് പ്രധാനപ്പെട്ട 3 സുരക്ഷാ മാർഗ്ഗങ്ങളാണ് MCBയും ELCBയും. ഈ MCB എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. അതായത് ഫ്യൂസിന് പകരമായിട്ട് നമ്മുടെ ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് MCB. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡോ ഒക്കെ മൂലം എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ MCB ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രിപ്പ് ആവും. അപ്പോൾ ഈ സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം നമുക്ക് MCB സ്വിച്ച് ഓൺ ആക്കിയിട്ട് സർക്യൂട്ട് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ MCB പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ കാന്തിക ഫലവും താപഫലവും ഉപയോഗപ്പെടുത്തിയാണ്. വൈദ്യുതിയുടെ കാന്തിക ഫലവും താപഫലവും ഉപയോഗപ്പെടുത്തിയാണ് MCB പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്താണ് ELCB എന്നത്? ശ്രദ്ധിക്കുക, ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസുലേഷൻ തകരാർ മൂലമോ അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കറണ്ട് ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രിപ്പ് ആവും. ഇതിനാണ് ELCB സഹായിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് ഡ്രിപ്പിങ്ങിനെയാണ് ELCB സഹായിക്കുന്നത്. അപ്പോൾ ഇതുമൂലം വൈദ്യുത സർക്യൂട്ടുമായോ ഉപകരണങ്ങളുമായോ സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഷോക്ക് അടിക്കുകയില്ല. അപ്പം ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ശാഖാ സർക്യൂട്ടുകൾ ആരംഭിക്കുന്നത് ELCBക്ക് ശേഷമാണ്. ഓർത്തു വെക്കുക, ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ശാഖാ സർക്യൂട്ടുകൾ ആരംഭിക്കുന്നത് ELCBക്ക് ശേഷമാണ്. സാധാരണയായിട്ട് ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഒരു ELCB മതിയായിരിക്കും. തുടർന്ന് MCB ഉപയോഗിച്ചുകൊണ്ട് ഓരോ ശാഖകൾ ആരംഭിക്കുന്നു. നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷ ഉറപ്പുവരുന്ന ഒരു ഉപകരണമാണ് 3-പിൻ പ്ലഗും എർത്തിങ്ങും. ഈ 3-പിൻ പ്ലഗുകളിൽ സോക്കറ്റുകളിൽ E എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഏത് ലൈനെയാണ് എന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്?
അല്ലെങ്കിൽ ഈ ലൈൻ ഉപകരണത്തിൽ എവിടെയാണ് ഘടിപ്പിക്കേണ്ടത്, ഈ ഉപകരണത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വൈദ്യുതി എങ്ങോട്ട് ഒഴുകും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിൽ. അപ്പോൾ വൈദ്യുത ഉപകരണത്തിൻ്റെ ലോഹ ആവരണം നമ്മൾ എർത്ത് ലൈനുമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അയൺ ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു മെറ്റാലിക് ഫ്രെയിം ഉണ്ടായിരിക്കും. അത് നമ്മൾ എർത്ത് ലൈനുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപകരണത്തിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അമിത കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് എർത്ത് ലൈനിലൂടെ ഭൂമിയിലേക്ക് ഒഴുക്കുകയും ഉടൻ തന്നെ ഫ്യൂസ് വയർ ഉരുകി പൊട്ടി അല്ലെങ്കിൽ ഓഫായിട്ട് സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സുരക്ഷ ഉറപ്പുവരുത്തുന്നത്. ഇപ്പോൾ 3-പിൻ പ്ലഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് വൈദ്യുതാഘാതവും അതുമായിട്ട് ബന്ധപ്പെട്ട പാലിക്കേണ്ട മുൻകരുതലുകൾ, വൈദ്യുതാഘാതമേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ഈ വൈദ്യുതാഘാതം എന്ന് പറയുന്നത് ശരീരത്തിലൂടെ കറണ്ട് പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആഘാതത്തെ വിളിക്കുന്ന പേരാണ് വൈദ്യുതാഘാതം അഥവാ ഇലക്ട്രിക് ഷോക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വൈദ്യുതാഘാതം ഏൽക്കുന്നത്? നനഞ്ഞ കൈകൊണ്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉപകരണത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷോക്ക് അടിക്കും. ഈ കേബിൾ ടിവിയുടെ അഡാപ്റ്ററിന്റെ ഉൾവശത്തൊക്കെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് അടിച്ചെന്ന് വരാം. ഇനി ഈ വൈദ്യുത ലൈനുകളുടെ സമീപം പട്ടം പറത്തുന്ന കുട്ടികളൊക്കെ സൂക്ഷിക്കുക, വൈദ്യുത ആഘാതം ഏൽക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമാണ്, എപ്പോഴും പത്രങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഈ വൈദ്യുത ലൈനുകൾക്ക് സമീപം ഈ ഇരുമ്പ് അല്ലെങ്കിൽ അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ഏണിയും തോട്ടിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് മൂലം ഷോക്ക് അടിച്ച് മരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഷോക്ക് അടിക്കും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകാനായിട്ട്. ഈ വൈദ്യുത സർക്യൂട്ടുകളിലൊക്കെ, ഗ്രഹവൈദ്യുത സർക്യൂട്ടിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് നിർബന്ധമായിട്ടും ഓഫ് ആക്കണം. അപ്പം വൈദ്യുതാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. വൈദ്യുതാഘാതമേറ്റ വ്യക്തിയെ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആ വൈദ്യുത ബന്ധത്തിൽ നിന്നും നമ്മൾ വേർപെടുത്തണം. നമ്മൾ ഒരു കാരണവശാലും വെറും കൈ കൊണ്ട് ഷോക്കേറ്റ ആളെ പോയി സ്പർശിക്കരുത്, നമുക്ക് നല്ല ഷോക്ക് അടിക്കും. ഈ മിന്നൽ പോലുള്ള അവസരങ്ങളിൽ അതിന് മുമ്പായിട്ട് തന്നെ, മിന്നൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അവസരത്തിൽ അതിന് മുമ്പായിട്ട് തന്നെ ഉപകരണങ്ങളുടെ പ്ലഗ് സോക്കറ്റിൽ നിന്ന് നമ്മൾ വിടുതൽ ചെയ്യണം. പിന്നെ മഴയും കാറ്റുമുള്ള അവസരങ്ങളിലൊക്കെ വൈദ്യുത ലൈനുകൾ ഭൂമിയിൽ സ്പർശിച്ച് അപകട സാധ്യത ഉണ്ടാകും. അപ്പോൾ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യങ്ങളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു വിടണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് സുരക്ഷ നേടുന്നത്. ഇനി വൈദ്യുതാഘാതം നിങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഏറ്റുകഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഈ വൈദ്യുതാഘാതം ഏറ്റുകഴിഞ്ഞാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഷോക്കേറ്റ ആളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം മാത്രമേ നമ്മൾ പ്രഥമ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ശരീരം തിരുമ്മി ചൂട് പിടിപ്പിച്ച് ശരീരത്തിൻ്റെ താപനിലയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ ഒഴുക്കൊക്കെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നടക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? കൃത്രിമ ശ്വാസം നൽകുക ആവശ്യമെങ്കിൽ. ഈ മസിലുകളൊക്കെ തിരുമ്മി നമ്മളതിനെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമം നടത്തണം. മറ്റൊരു വ്യക്തിക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുക. നമ്മളതിനെ CPR എന്ന് വിളിക്കുന്നു. ഈ CPR എന്തൊക്കെയാണെന്ന് ക്രമമായി ഓർക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ക്യാബ് ഓർത്താൽ മതി. അതായത് കംപ്രഷൻ, എയർവേ, ബി ബ്രീത്തിങ് ആണ് ക്യാബ് എന്ന് ഓർക്കുക. അപ്പോൾ CPRന്റെ ഘട്ടങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ക്രമം ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഈ CAB ക്യാബ് എന്ന വാക്ക് ഓർത്തിരിക്കുക. C ഫോർ കംപ്രഷൻ, A ഫോർ എയർവേ ആൻഡ് B ഫോർ ബ്രീത്തിങ്. അപ്പോൾ ഇത്രയുമാണ് വൈദ്യുതാഘാതമേറ്റാൽ നമ്മൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നും 11 കിലോ വോൾട്ടിനെ എത്ര വോൾട്ടിലേക്കാണ് നമ്മൾ താഴ്ത്തുന്നത്? ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നും 11 കിലോ വോൾട്ടിനെ എത്ര കിലോ വോൾട്ടിലേക്കായിരിക്കും താഴ്ത്തുന്നത്? ഉത്തരം പറയൂ. 230 വോൾട്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യപേപ്പറിലൊക്കെ 220 വോൾട്ടൊക്കെ തരും. കറക്റ്റ് ഉത്തരം 230 വോൾട്ട് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും എന്ന് പറയാമോ? പവർ സ്റ്റേഷൻ, സബ്സ്റ്റേഷൻ, സെക്കൻഡറി സബ്സ്റ്റേഷൻ, വിതരണ ട്രാൻസ്ഫോമർ. എവിടെയായിരിക്കും സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രമേ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. എവിടെയാണ്? പവർ സ്റ്റേഷനിലാണ്. മറ്റൊരു ചോദ്യം, വൈദ്യുതി ദീർഘദൂരം ചാലക കമ്പികളിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ നേരിടുന്ന ഊർജ്ജ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യവുമായ ലോഹക്കമ്പികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കണം. വോൾട്ടേജ് വർദ്ധിപ്പിച്ച് നമ്മൾ കറണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജ്ജ നഷ്ടം കുറയ്ക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യം, വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സുരക്ഷാ മാർഗമാണ് സുരക്ഷാ ഫ്യൂസ്. ഓക്കെ അല്ലേ? ഈ ഫ്യൂസ് വയർ ഉരുകാനിടയുള്ള സാഹചര്യങ്ങൾ ഏവയാണ്? ഉത്തരം എന്താണ്? ആലോചിച്ച് നോക്കൂ. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടുമാണ് ഈ ഫ്യൂസ് വയർ ഉരുകാനുള്ള ഒരു കാരണം. ഈ ഫ്യൂസ് വയറിന് ഉണ്ടാകേണ്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? അവയ്ക്ക് താഴ്ന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കണം. സാധാരണയായിട്ട് ലോഹസങ്കരങ്ങൾ, അതായത് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഉപയോഗിച്ചിരിക്കേണ്ടത്. മറ്റൊരു ചോദ്യമാണ്, MCB, ELCB എന്നീ ഗ്രഹവൈദ്യുതീകരണത്തിൽ സുരക്ഷ ഉറപ്പുവരുന്ന 2 മാർഗങ്ങളാണ്. എന്നാൽ ഇവ പ്രവർത്തനത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമാക്കുക.
ഞാൻ ഉത്തരം പറയട്ടെ, ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. ELCB, MCB എന്നിവ ഗൃഹവൈദ്യുതീകരണത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന 2 മാർഗങ്ങളാണ്. എന്നാൽ ഈ പ്രവർത്തനത്തിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന്റെ ഉത്തരം ഞാനൊന്ന് പറയാം. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡോ മൂലം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ച് സർക്യൂട്ട് വിച്ഛേദിക്കുന്നു. ഈ വൈദ്യുതിയുടെ കാന്തിക ഫലവും താപഫലവുമാണ് MCB ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വിച്ഛേദിക്കപ്പെടാനായിട്ട് ELCB നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതുമൂലം വൈദ്യുത സർക്യൂട്ടുമായോ ഉപകരണങ്ങളുമായോ സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഷോക്ക് ഏൽക്കുകയില്ല. ഇതാണ് ഇവ തമ്മിലുള്ള മേജർ വ്യത്യാസം. ഒരു ചോദ്യം കൂടെ നോക്കാം. ഒരു ഭൗതിക ശാസ്ത്ര ക്ലാസ്സിൽ DC ജനറേറ്ററിന്റെ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ AC വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു. ഒരു ഭൗതിക ശാസ്ത്ര ക്ലാസ്സിൽ DC ജനറേറ്ററിന്റെ ഘടനയിൽ മാറ്റം വരുത്താതെ തന്നെ AC വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സമർത്ഥിക്കുക. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നു. കാരണം DC ജനറേറ്ററിന്റെ ആർമേച്ചർ നിശ്ചലമാക്കിയിട്ട് നമ്മൾ ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ നമുക്ക് AC ലഭിക്കും. ഓർത്തു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി DC ജനറേറ്ററുകളിൽ സ്പ്ലിറ്റ് റിങ്ങുകളുടെ ധർമ്മം എന്താണ്? DC ജനറേറ്ററുകളിൽ സ്പ്ലിറ്റ് റിങ്ങുകളുടെ ധർമ്മം എന്താണ്? ഓരോ അർത്ഥഭ്രമണത്തിലും സ്പ്ലിറ്റ് റിങ്ങുകൾ അവയോട് സമ്പർക്കത്തിൽ വരുന്ന ബ്രഷുകളെ പരസ്പരം മാറി സമ്പർക്കത്തിലാക്കുന്നതിനാൽ ആർമേച്ചറിൽ പ്രേരിതമാകുന്ന ACയെ ബാഹ്യ സർക്യൂട്ടിൽ DC ആക്കി മാറ്റുന്നു. ഒന്നും കൂടെ പറയട്ടെ, ഓരോ അർദ്ധഭ്രമണത്തിലും ഹാഫ് റൊട്ടേഷനിലും ഈ സ്പ്ലിറ്റ് റിങ്ങുകൾ അവയോട് സമ്പർക്കത്തിൽ വരുന്ന ബ്രഷുകളെ പരസ്പരം മാറി സമ്പർക്കത്തിലാക്കുന്നതിനാൽ ആർമേച്ചറിൽ പ്രേരിതമാകുന്ന ACയെ ബാഹ്യ സർക്യൂട്ടിൽ DC ആക്കി മാറ്റുന്നു. ഇതിന്റെ തന്നെ ഒരു ഉപചോദ്യമാണ്, പവർ സ്റ്റേഷനുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്ന മാർഗങ്ങളേവ? നമുക്കറിയാം, ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, ജലത്തിൽ നിന്നുള്ള ഊർജ്ജം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാർഗങ്ങൾ. ഇതോടുകൂടി പാഠഭാഗം 6 പ്രധാനപ്പെട്ട ആശയങ്ങളും ചോദ്യങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. നന്ദി. Rapid Revision. Final